സ്നേഹിതമായ ദൈവമേ, ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ദൈവമേ എന്നെ അനുവദിക്കുന്നതിനോർത്ത് അങ്ങോട്ട് നന്ദി പറയുന്നു. ടെലിവിഷനിലൂടെ, ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഈ പ്രഘോഷണം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും വചനം പഠിക്കാൻ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം, ജീവൻ്റെ വചനം അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് നമുക്ക് വിരുന്നുകളെ കുറിച്ച് ചിന്തിക്കാം. ഈ അടുത്ത നാളുകളിൽ കേരളത്തിൽ ഓണം ആഘോഷം നടക്കുകയാണ്. ഓണത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ വിരുന്നുകൾ നടക്കുകയാണ്. ഓണസദ്യ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പായസം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചില കായ വറുത്തത്, ശർക്കര വരട്ടിയത്, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഉണ്ടാക്കാത്ത ചില വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ആഘോഷമായിട്ട് കഴിക്കുന്നു. മുൻപ് ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു ഹിന്ദു ആഘോഷമായിരുന്നെങ്കിൽ ഇന്ന് മാധ്യമങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ചേർന്ന് ഇതൊരു ഉത്സവം ആഘോഷമാക്കി മാറ്റുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കച്ചവടം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ്. ഒരു ജൂൺ ജൂലൈ മാസത്തെ മഴ തൊഴിലില്ലായ്മയ്ക്കൊക്കെ ശേഷം ചിലയിടത്ത് വിളവെടുപ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആഘോഷം, അതിന് മതപരമായ പിൻബലം, എല്ലാ മതവിഭാഗങ്ങളും കൂടെ അതിനോട് ചേർന്ന് നിൽക്കണമെന്നുള്ള വ്യാപാര തന്ത്രം, ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്ത് മുൻപുള്ളതിനേക്കാൾ വളരെ സജീവമായ ഓണാഘോഷം നടക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ ഓണാഘോഷം നടന്നത് പള്ളിയുടെ ഉള്ളിലാണ് സദ്യ വിളമ്പിയെന്ന് പറഞ്ഞ് വാർത്തകൾ വായിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഓണത്തിൻ്റെ ദിവസങ്ങളിലാണ് പള്ളികളിലെ വടംവലി മത്സരം, അല്ലെങ്കിൽ പായസ വിതരണം, പൂക്കള മത്സരം, ഊഞ്ഞാലാട്ടം, ഇതൊക്കെ വളരെ നിഷ്കളങ്കമായ വിനോദങ്ങളാണ്. ഇത് യേശു ജനിച്ചന്ന് എന്തുകൊണ്ട് ഒരു ഊഞ്ഞാലാട്ടം നടക്കുന്നില്ല? അല്ലെങ്കിൽ യേശു ജനിച്ച അന്ന് ക്രിസ്മസിന് ഒരു പായസ വിതരണം നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധമണ്ഡലത്തെ ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ക്രിസ്മസിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ചില കാര്യങ്ങളൊക്കെ ഓണത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ചില കാര്യങ്ങൾ വിഷുവിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മതപരമായ വിശ്വാസവും മതപരമായ വിശ്വാസ തീക്ഷ്ണതയ്ക്കൊക്കെ കോട്ടം തരുത്തുന്ന രീതിയിൽ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്നതാണ് പുരോഗമനവാദം എന്ന ചിന്താഗതിയൊക്കെ കടന്നു വന്ന് പലപ്പോഴും അത് ആളുകളുടെ വിശ്വാസ ജീവിതത്തെ കുഴയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബൈബിൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള പല വിരുന്നുകളെക്കുറിച്ച് വായിക്കാൻ ഇടയാവുന്നുണ്ട്. ആ വിരുന്നുകളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ വിരുന്നുകളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് ദാനിയേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അവിടെ ബെൽഷാസർ എന്ന രാജാവ് നടത്തുന്ന വിരുന്നുകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ബൈബിളിൽ കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് നെബുക്കദ്നസർ രാജാവ്. നെബുക്കദ്നസർ രാജാവിൻ്റെ കൊച്ചുമകനായിരുന്നു ബെൽഷാസർ. ബെൽഷാസർ രാജാവായ സമയത്ത് അവൻ അവിടെ ഒരു വലിയൊരു വിരുന്ന് നടത്തുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് 5-ാമത്തെ അധ്യായത്തിൽ. 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ബെൽഷാസർ രാജാവ് തൻ്റെ പ്രഭുക്കന്മാരിൽ
1000 പേർക്ക് ഒരു വിരുന്ന് നൽകുകയും അവരോടൊപ്പം വീഞ്ഞു കുടിക്കുകയും ചെയ്തു. വീഞ്ഞു കുടിച്ച് മതിച്ചപ്പോൾ രാജാവായ താനും തൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തൻ്റെ പിതാവായ നെബൂഖദ്നേസർ ജെറുസലേം ദേവാലയത്തിന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു. ഇപ്പം രാജാവ് 1000 പ്രഭുക്കന്മാർക്ക് വിരുന്ന് നൽകുന്നു. ആ വിരുന്ന് കഴിച്ച് വീഞ്ഞൊക്കെ കുടിച്ച് ഉന്മത്തനായതിനു ശേഷം പറയുന്നു, രാജാവിൻ്റെ ഭാര്യമാരും പ്രഭുക്കന്മാരുടെ ഭാര്യമാരും ഉപനാരികളും അവർക്കൊക്കെ കുടിക്കുവാനായിട്ട് വീഞ്ഞ് വിളമ്പാൻ പറഞ്ഞു. അവിടെ ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട്, പക്ഷെ ആ പാത്രത്തിലൊന്നും കുടിച്ചാൽ പറ്റത്തില്ല. ഈ വീഞ്ഞ് കുടിക്കാനായിട്ട് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. നെബൂഖദ്നേസർ രാജാവ് ജെറുസലേം ദേവാലയം പിടിച്ചടക്കുകയും തീ വെച്ച് നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ആ കൂട്ടത്തിൽ ജെറുസലേം ദേവാലയത്തിൽ വിശേഷ അവസരങ്ങളിൽ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന എല്ലാവിധ പാത്രങ്ങളും എടുത്ത്, സ്വർണം വെള്ളി കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഈ പാത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് മദ്യപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു. 3-ാമത്തെ വാക്യം, ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു. രാജാവും പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചതിന് ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾ കൊണ്ടുവന്നു, ചഷകങ്ങൾ കൊണ്ടുവന്നു, അതിൽ ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും മതോന്മത്തരാവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ മദ്യപിച്ചതിന് ശേഷമാണ് അവർ അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ പറയുന്നു, മരം കൊണ്ട്, കല്ലുകൊണ്ട്, സ്വർണം കൊണ്ട്, വെള്ളി കൊണ്ട്, ഓട് കൊണ്ട്, ഇരുമ്പ് കൊണ്ട്, കല്ല് കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തു. അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അസീറിയൻ പാരമ്പര്യത്തിലേക്ക്, ബാബിലോണിയൻ പാരമ്പര്യത്തിലേക്ക് അവർ കടന്നുപോയി. അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന ലംഘിക്കുന്നു. മദ്യപിച്ച് മതോന്മത്തരാകുന്നു, വീണ്ടും ദൈവകൽപ്പന ലംഘിക്കുന്നു. ജെറുസലേം ദേവാലയത്തിൽ പൂജ്യവസ്തുക്കളായി കരുതി ദൈവാരാധന നടത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിനെ അവഹേളന പാത്രമാക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ അവഹേളിക്കുന്നു. ഈ അവഹേളനത്തിന് ശേഷം സംഭവിക്കുന്നതാണ്, ഇവർ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് അവർ കാണുന്നു, ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് ദീപപീഠത്തിന് നേരെ രാജകൊട്ടാരത്തിൻ്റെ മിനുമിനുത്ത ഭിത്തിയിൽ എന്തോ എഴുതി. അപ്പോൾ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് അവർ കാണുന്നു, ഒരു കയ്യ് അല്ലെങ്കിൽ അതിൻ്റെ കയ്യിൻ്റെ വിരൽ വന്ന് എന്തോ ഇങ്ങനെ എഴുതുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ 2 കൽപ്പനകൾ കൊണ്ടുവരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വിരലുകളാണ് ആദ്യം കൽപ്പനകൾ എഴുതുന്നത്. മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധന നടത്തുന്ന സമയത്ത് മഹാകോപത്താൽ ആ ദൈവം എഴുതി തന്ന കൽപ്പനകൾ എറിഞ്ഞുടയ്ക്കുന്നു. പിന്നീട് വീണ്ടും 2ാമത്തെ കൽപ്പനകളിലാണ് മോശയെ കൊണ്ട് തന്നെ 10 കൽപ്പനകൾ ദൈവം എഴുതിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരം വന്ന് എഴുതുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ വിരലുകൾ എന്ന് വിളിക്കപ്പെടുന്നു. എന്തായാലും ദീപപീഠത്തിന് നേരെ എന്ന് പറയുന്ന സമയത്ത് വെളിച്ചമുള്ള സ്ഥലത്ത് രാജകൊട്ടാരത്തിൻ്റെ മിനുമിനുത്ത ഭിത്തിയിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. രാജാവ് വിവർണനായി ചിന്താധീനനായി. ഇപ്പോൾ രാജാവ് ഇത് കണ്ട വഴിക്ക് തന്നെ വിളറി വെളുത്തു. പരിചയമില്ലാത്തതാണ് ഒരു മനുഷ്യൻ്റെ വിരലുകൾ വന്ന് എന്തോ ഭിത്തികളിൽ എഴുതുന്നു. അത് കണ്ട വഴിക്ക് തന്നെ രാജാവ് വിവർണനായി ചിന്താധീനനായി. രാജാവ് കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയത് എന്താ സംഭവം. കുറച്ച് കഴിഞ്ഞ സമയത്ത് രാജാവിനെ കൈകാലുകൾ, 6ാമത്തെ വാക്യം, കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ പറയും, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് പിടിക്കുന്ന സമയത്ത് കാൽമുട്ട് കൂട്ടിയിടിച്ചു വിറച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതി. രാജാവിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നു, ചിന്താധീനനായി കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലും മന്ത്രവാദികളും ആഭിചാരകർമ്മം ചെയ്യുന്ന ആളുകളും ജ്യോത്സ്യന്മാരൊക്കെ അന്നത്തെ ബാബിലോൺ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. ഇവരെയെല്ലാം വിളിച്ചു കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു.
രാജാവ് ബാബിലോണിലെ ജ്ഞാനികളോട് പറഞ്ഞു, ഈ എഴുത്ത് വായിച്ച് വ്യാഖ്യാനിച്ചു തരുന്നവനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ പൊന്മാല ചാർത്തി രാജ്യത്തിൻ്റെ 3-ാം ഭരണാധികാരി ആക്കും. രാജാവിന് ഇതറിയാൻ വലിയ തീവ്രമായ ആഗ്രഹം. എന്താണ് ഇത് എഴുതിയിരിക്കുന്നത്? ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? രാജാവിൻ്റെ ജ്ഞാനികളെല്ലാം എത്തിയെങ്കിൽ അവർക്കാർക്കും എഴുത്തും വായിക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ കഴിഞ്ഞില്ല. രാജാവ് ബാബിലോൺ സാമ്രാജ്യത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ ജ്യോത്സ്യന്മാരെയും മന്ത്രവാദികളെയും ആഭിചാരം കർമ്മം നടത്തുന്നവരെയൊക്കെ വിളിച്ചു. പക്ഷെ അവർക്കാർക്കും ഈ ഭിത്തിയിലുള്ള എഴുത്ത് വായിക്കുവാനോ വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല. ബെൽഷാസർ രാജാവ് അത്യന്തം അസ്വസ്ഥനായി, വിവർണനായി, പരിഭ്രാന്തനായി. അവിടെയുള്ള രാജാവും രാജാവിൻ്റെ കൂടെയുള്ള പ്രഭുക്കന്മാരും സൈനിക ഉദ്യോഗസ്ഥന്മാരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇതിൻ്റെ എഴുത്ത് വായിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന് കേട്ട സമയത്ത് വലിയ പരിഭ്രാന്തി, അസ്വസ്ഥത എല്ലാം അവർക്ക് സംഭവിക്കുന്നു. രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും സംസാരം കേട്ട് രാജ്ഞി വിരുന്നുശാലയിലെത്തി. സ്വാഭാവികമായിട്ടും രാജാവിനെ ഒരു ക്ഷീണം പറ്റുന്ന സമയത്ത് രാജാവിനെ സഹായിക്കേണ്ടത് രാജ്ഞിയാണ്. അപ്പോൾ രാജ്ഞി വന്നിട്ട് പറഞ്ഞു 11-ാമത്തെ വാക്യത്തിൽ, നിന്റെ രാജ്യത്ത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ട്. നിന്റെ പിതാവിൻ്റെ കാലത്ത് ദേവന്മാരുടേതുപോലുള്ള തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ കാണപ്പെട്ടിരുന്നു. അസാധാരണമായ ബുദ്ധിയും വിജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ഗൂഢാർത്ഥവാക്യങ്ങൾ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ട അറിവും താൻ ബെൽതശാസർ എന്ന് വിളിച്ചിരുന്ന ദാനിയേൽ എന്നവനിൽ ഉണ്ടെന്ന് കണ്ട് അങ്ങയുടെ പിതാവ് നെബൂഖദ്നേസർ രാജാവിനെ മന്ത്രവാദികളുടെയും ആഭിചാരകരുടെയും കൽദാരുടെയും ജ്യോത്സ്യന്മാരുടെയും തലവനാക്കിയിരുന്നു. ഇപ്പോൾ രാജ്ഞി വന്ന് ഒരു ഉപദേശം മാത്രമാണ് രാജാവിന് കൊടുത്തത്. നമ്മുടെ നാട്ടിലെ ജെറുസലേമിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന, അടിമയായിട്ട് കൊണ്ടുവന്ന ദാനിയേൽ എന്നൊരുത്തനുണ്ട്. അവനെ ബെൽതശാസർ എന്നാണ് വിളിക്കുന്നത്. രാജാവിൻ്റെ പേര് ബെൽഷാസർ എന്നും ദാനിയേലിന് കൊടുത്ത പേര് ബെൽതശാസർ എന്നുമാണ്. അപ്പോൾ അവനെ ഈ ആഭിചാരകരുടെയും മന്ത്രവാദികളുടെയും തലവനാക്കി വെച്ചിട്ടുണ്ട്. തലവനെ വിളിക്കാതെയാണ് മറ്റുള്ളവരെ കൊണ്ട് ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. അവൻ വ്യാഖ്യാനം വായിക്കും. പിന്നെ നമ്മൾ കാണുന്നു ദാനിയേലിനെ ഈ രാജകൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു. രാജാവ് ദാനിയേലിനോട് ചോദിച്ചു, എൻ്റെ പിതാവ് യൂദയായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ നീ തന്നെ ആണല്ലോ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് തെളിഞ്ഞ ബുദ്ധിയുണ്ട്, ജ്ഞാനവും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ദാനിയേലിനെ കുറിച്ച് രാജാവ് മനസ്സിലാക്കിയത്. 1 പരിശുദ്ധാത്മാവുണ്ട്, 2 ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്. അതുകൊണ്ട് 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വ്യാഖ്യാനങ്ങൾ നൽകുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എഴുത്ത് വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ കഴിഞ്ഞാൽ ധൂമ്രവസ്ത്ര വിഭൂഷിതനായി കഴുത്തിൽ പൊന്മാല ചാർത്തി നീ രാജ്യത്തിൻ്റെ 3-ാം ഭരണാധികാരി ആകും. അപ്പോൾ ഇത് വായിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. സമ്മാനം എന്താണ്? ധൂമ്രവസ്ത്ര വിഭൂഷിതനായി, അല്ലെങ്കിൽ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ്, രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ്, കഴുത്തിൽ പൊന്മാല രാജാവ് ചാർത്തി. ഇപ്പോൾ രാജാക്കന്മാരുടെ 2 പ്രവർത്തന ശൈലിയാണ്. ഒന്ന് മുദ്രമോതിരം അണിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പൊന്മാല ചാർത്ത്. നീ രാജ്യത്തിൻ്റെ 3-ാം ഭരണാധികാരിയാകും. ഇപ്പോൾ രാജാവും രാജ്ഞിയും കഴിഞ്ഞാൽ പിന്നത്തെ ഭരണാധികാരിയായിട്ട് മാറ്റാമെന്നൊരു വാഗ്ദാനം കൊടുക്കും. എന്നാൽ ദാനിയേൽ പറയുന്നൊരു മറുപടിയുണ്ട്. 17, നിന്റെ സമ്മാനങ്ങൾ നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ, മറ്റാർക്കെങ്കിലും കൊടുത്തേക്ക്. ലിഖിതം വായിച്ച് അർത്ഥം ഞാൻ പറഞ്ഞു തരാം. സമ്മാനമൊന്നും വേണ്ട, പ്രതിഫലമൊന്നും വേണ്ട, ഇത് വായിച്ച് ഞാനിതിൻ്റെ അർത്ഥം പറഞ്ഞു തരാമെന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് 21-ാമത്തെ വാക്യത്തിൽ അല്പം പഴയ ചരിത്രം അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെട്ടു, അവൻ്റെ മനസ്സ് മൃഗതുല്യമായി, അവൻ്റെ വാസം കാട്ടുകഴുതകളോടൊത്തായി, അവൻ കാളയെപ്പോലെ പുല്ല് തിന്നു. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹം നനഞ്ഞു. അത്യുന്നതനായ ദൈവമാണ് മനുഷ്യർ രാജ്യം ഭരിക്കുന്നു, അവിടെ നിശ്ചയിക്കുന്നവരെ അധികാരം നൽകുന്നു, മനസ്സിലാക്കുന്നവരെ അവനിങ്ങനെ കഴിഞ്ഞു. നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ച പഴയ ചരിത്രമാണ് കൊച്ചുമകനെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അവൻ്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ട് നിൻ്റെ ഹൃദയം വിനീതമാക്കിയില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു ദൈവകോപം കടന്നു വരാൻ 1-ാമത്തെ കാരണം വിനീത സ്വഭാവം ഉണ്ടായില്ല, അല്ലെങ്കിൽ അഹങ്കാരിയായി മാറി. സ്വർഗത്തിൻ്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു. നീ ദൈവത്തെയാണ് വെല്ലുവിളിച്ചത്. നിൻ്റെ അഹങ്കാരം അത്രമേലായിരിക്കുന്നു.
അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് നീയും നിന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് വീഞ്ഞു കുടിച്ചു. വെള്ളി, സ്വർണം, ഓട്, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ അറിയാനോ കഴിവില്ലാത്ത ദേവന്മാരെ നീ സ്തുതിച്ചു. അപ്പോൾ 2 കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ബെൽഷാസർ രാജാവിനെ കുറ്റപ്പെടുത്തുകയാണ്. ഒന്ന്, നിന്റെ അപ്പൻ ഇത് ചെയ്തിട്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ നീ അറിഞ്ഞതാണ്, പക്ഷേ എന്നിട്ട് നീ അഹങ്കരിച്ചു, നീ ദൈവത്തെ വെല്ലുവിളിച്ചു. അത് കഴിഞ്ഞ് നീ വിഗ്രഹാരാധന നടത്തി. ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന ദേവാലയത്തിലെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് നീ മദ്യപാനത്തിനും മധുരോത്സവത്തിനും പ്രയോഗിച്ചു. എന്നാൽ നിന്റെ ജീവനെ നിന്റെ മാർഗ്ഗനെ നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. അപ്പോൾ ദൈവത്തെ ബഹുമാനിച്ചില്ല, ദൈവത്തെ ആരാധിച്ചില്ല എന്ന കുഴപ്പമാണ് ഈ വിരുന്നിലുണ്ടായ ഒന്നാമത്തെ പ്രശ്നം. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ കരമാണ് കടന്നു വന്നത്. ആ കരം വന്നിട്ട് എന്താണ് എഴുതിയത്? ആ ലിഖിതം ഇതാണ്: മേനെ മേനെ തെക്കേൽ പാർസീൻ. മെനെ മെനെ തെക്കേൽ പാർസീൻ എന്നാണ് എഴുതിയതെന്ന് ദാനിയേൽ വായിച്ചു. ഇതാണ് അർത്ഥം. മേനെ, ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം നിന്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നീ മരിക്കാൻ പോകുന്ന നിൻ്റെ അപ്പനുണ്ടായ അതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. തെക്കേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്നെ ദൈവം ദൈവികമായ തുലാസിൽ തൂക്കി നോക്കിയ സമയത്ത് നിൻ്റെ ഉള്ളിൽ അഹങ്കാരം, ദൈവത്തോടുള്ള നിന്ദ, വിഗ്രഹാരാധന, മധുരോത്സവം, മദ്യപാനം, ദൈവിക പശ്ചാത്തലത്തിലുള്ള വസ്തുക്കളോടുള്ള അവഹേളന, ഇതെല്ലാം നിന്നിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ തുലാസിൽ തൂക്കിക്കൊണ്ട് കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെരേസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. അങ്ങനെ ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടു. അതുകൊണ്ട് നിന്റെ രാജ്യം, ബാബിലോൺ സാമ്രാജ്യം, അഫ്ഗാനിസ്ഥാൻ മുതൽ എത്യോപ്യ വരെ, ആഫ്രിക്കയിലുള്ള എത്യോപ്യ വരെ പരന്നു കിടക്കുന്ന 127 പ്രവിശ്യകളിലായി പരന്നു കിടക്കുന്ന ഈ വലിയ രാജ്യത്തെ വിഭജിച്ച് 1 മേദിയക്കാർക്ക്, അതായത് ഗ്രീക്കുകാർക്ക്, 2 പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. അപ്പോൾ പേർഷ്യക്കാരും ഗ്രീക്കുകാരും വന്ന് നിന്നെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുകയും രാജ്യം വിഭജിച്ചെടുക്കുകയും നിന്നെയും നിൻ്റെ കുടുംബത്തിൽ നിന്ന് രാജ്യത്വം നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് ഒരു പ്രവചനമായിരുന്നു വായിച്ചത്. ബെൽഷാസർ കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിന് ധൂമ്രവസ്ത്രം അണിയിക്കുകയും അവൻ്റെ കഴുത്തിൽ പൊന്മാല ചാർത്തുകയും അവനെ രാജ്യത്തിലെ 3-ാം ഭരണാധികാരിയായിരിക്കുമെന്ന് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്തായാലും പ്രതികൂലമായ ഒരു പ്രവചനമാണ് കേട്ടതെങ്കിലും രാജാവ് വാഗ്ദാനം ചെയ്തു. അന്ന് രാത്രിയിൽ കൽദായ രാജാവായ ബെൽഷാസർ കൊല്ലപ്പെട്ടു. ഈ പ്രവചനം കേട്ട അന്ന് രാത്രി തന്നെ ദാനിയേലിനെ 3-ാം രാജാവായി വാഴിച്ചു. അന്ന് തന്നെ ബെൽഷാസർ രാജാവ് കൊല്ലപ്പെട്ടു. രാജ്യം 62 വയസ്സ് പ്രായമുള്ള മേദിയക്കാരനായ ദാരിയൂസിനെ ലഭിക്കുകയും ചെയ്തു. ഈ രാജ്യം ദാരിയൂസിന് എന്ന ഗ്രീക്ക് അലക്സാണ്ടറിൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന മഹാനായ അലക്സാണ്ടർ, ഇന്ത്യയൊക്കെ ആക്രമിച്ച് കീഴടക്കാൻ കടന്നു വന്ന അലക്സാണ്ടറിൻ്റെ പിന്തലമുറക്കാരനായ ദാരിയൂസിന് ഈ രാജ്യം ലഭിക്കുകയും ചെയ്തു. ഒന്ന്, ഇത് നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന വിരുന്നുകളുമായിട്ട് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യാം. നമ്മുടെ വീടുകളിലും വിരുന്നുകൾ നടക്കാറുണ്ട്, സൽക്കാരങ്ങൾ നടക്കാറുണ്ട്. പലപ്പോഴും അത് ആ വിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതല്ല സംഭവിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക സുസ്ഥിതി വെളിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രതാപം നാട്ടുകാരെ കാണിക്കുന്നതിനോ ഒക്കെയാണ് പലപ്പോഴും വിരുന്നുകൾ നടക്കുന്നത്. ആർഭാടം, ആഘോഷം അനാവശ്യമായിട്ട് നടക്കുന്നു. കൊറോണ കാലഘട്ടങ്ങളിൽ 50 പേരെയും 25 പേരെയും 10 പേരെയൊക്കെ വെച്ചിട്ട് വിവാഹങ്ങൾ നടന്നിരുന്നു. അന്നും വിവാഹം വളരെ മനോഹരമായി നടന്നിരുന്നു. ഇപ്പോഴും വിവാഹം വളരെ മനോഹരമായി നടക്കുന്നുണ്ട്. ഇന്ന് പക്ഷേ 1000ങ്ങളെയും 2000ങ്ങളെയൊക്കെ വിളിച്ച് ആഘോഷങ്ങൾ നടക്കുന്നു. അതേസമയം ദൈവനാമം മഹത്വപ്പെടുന്നതിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമുക്കൊരു ആത്മപരിശോധന നടക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ ആഘോഷങ്ങളും ആർഭാടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത, അനാഥാലയങ്ങളിൽ കഴിയുന്ന, വൃദ്ധമന്ദിരങ്ങളിൽ കഴിയുന്ന, ആശുപത്രികളിൽ കഴിയുന്ന ആളുകളെയൊക്കെ സഹായിക്കാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങൾ, ബർത്ത്ഡേയുടെ ദിവസങ്ങൾ, വിവാഹ വാർഷികത്തിൻ്റെ ദിവസങ്ങൾ, ഹോളി കമ്മ്യൂണിയൻ്റെ ദിവസങ്ങൾ, വിവാഹം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ചടങ്ങുകൾക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളെക്കാൾ ഒരു സാമ്പത്തിക സുസ്ഥിതി കുറഞ്ഞ ആളുകൾക്ക് നമ്മുടെ ആർഭാടങ്ങളും ആഘോഷങ്ങളിൽ നിന്ന് ഒരു വിഹിതമെങ്കിലും മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട്
ഒരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പല ആളുകളെയും കണ്ടുമുട്ടാറുണ്ട്. തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 600ഓളം ആളുകൾക്ക് ഉച്ചഭക്ഷണം വിളമ്പുന്ന ദേവസി എന്നൊരു സഹോദരനെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൈ എടുത്ത് പല ആളുകളുടെയും സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹമാണ് കഴിഞ്ഞ ഏകദേശം ഒരു 20 വർഷമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ തൃശ്ശൂരിലെ ഗാകുൽത്ത ധ്യാന മന്ദിരവും അതിനോട് ചേർന്നുള്ള ഈശോയുടെ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു അനാഥാലയം, അവിടെ ഏകദേശം 120ഓളം ആളുകളുണ്ട്. ആ 120ഓളം ആളുകളുള്ള അനാഥാലയത്തിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും കഴിഞ്ഞ ഏകദേശം 15 വർഷമായിട്ട്, ഇനി അതിലും കൂടുതലായിട്ടുണ്ടോയെന്ന് അറിയില്ല, 15 വർഷമായിട്ട് വൈകുന്നേരങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യും. ഇങ്ങനെ പലതരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ വിരുന്നുകളൊക്കെ നടക്കുന്ന സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന അവസരമായി കണ്ട്, ആ വിരുന്നുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ദൈവത്തിൻ്റെ സാമ്പത്തിക അനുഗ്രഹങ്ങൾ കുറഞ്ഞുപോയ, സാമ്പത്തികമായ പ്രതികൂലങ്ങളിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കുവാനും, നമ്മൾ സന്തോഷിക്കുമ്പോൾ അവർക്കും സന്തോഷിക്കാൻ ഒരവസരം ഉണ്ടാവട്ടെ. ഇതൊരു പാഠമാണ്. വിരുന്നുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നാൽ പലപ്പോഴും ആ വിരുന്നുകൾ തന്നെ നമുക്കൊരു കെണിയായി മാറും. അപ്പം അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വിരുന്നുകളൊക്കെ നടത്തുന്ന സമയത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ ഓർക്കുകയും അവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരമായി, ദൈവം തന്ന ഒരവസരമായി കണ്ട് പ്രാർത്ഥനാപൂർവം ഈ കാര്യങ്ങളിൽ വിവേചിച്ച് ഒരു തീരുമാനമെടുക്കുവാൻ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ദൈവം പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെബൂഖദ്നേസർ രാജാവിനും ബൽഷാസർ രാജാവിനും പറ്റിയ പാളിച്ചകൾ എന്തിനാണ് ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്? ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇത് വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മനസ്താപമുണ്ടാകുന്നതിനും തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുന്നതിനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, കർത്താവെ, പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ ഷൂട്ടിങ്, എഡിറ്റിങ്, ഇതിൻ്റെ ഇൻ്റർനെറ്റിലെ അപ്ലോഡിങ്, യൂട്യൂബ് മുതലായ സാങ്കേതിക സ്ഥാപനങ്ങൾ, മറ്റ് സോഷ്യൽ മീഡിയ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ തൊഴിലിനെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.